273 മില്യൺസ് ഫോളോവേഴ്സ് ഉള്ള വിരാട് കോഹ്ലി നോയ്സ് വാച്ചിന്റെ അംബാസിഡറും വെറും 13 മില്യണുള്ള റോജർ റോളക്സ് വാച്ചിന്റെ അംബാസിഡറുമാണ്. അതെങ്ങനെയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നത്? പാർഷ്യലി നോക്കുവാണെങ്കിൽ വിരാട് കോഹ്ലിക്കാണ് കൂടുതൽ ഫോളോവേഴ്സും ഫാൻ ബേസസും ഉള്ളത്. പക്ഷേ എന്തുകൊണ്ട് റോളക്സ് അദ്ദേഹത്തിനെ ചൂസ് ചെയ്യാതെ റോജറിനെ ചൂസ് ചെയ്യും? വിരാട് കോഹ്ലിയെ ഫോളോ ചെയ്യുന്ന കൂടുതൽ മജോറിറ്റി ആൾക്കാർ മിഡിൽ ക്ലാസ്സിലുള്ള ഫാമിലീസ് അല്ലെങ്കിൽ മിഡിൽ ക്ലാസ്സിലുള്ള ഫാൻസാണ്. അപ്പം അവർക്ക് ഈ ഒരു റോളക്സ് അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ലെന്ന് അവർക്ക് മനസ്സിലായി. ബട്ട് നോയ്സ് ബ്രാൻഡിനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതൊരു സ്മാർട്ട് വാച്ചാണ്. നമ്മുടെ ഹെൽത്ത്, ടൈം എല്ലാം മോണിറ്റർ ചെയ്യാൻ പറ്റും. അതുകൂടാതെ അതൊരു അഫോർഡബിൾ ആണ്. അദ്ദേഹത്തിൻ്റെ മിഡിൽ ക്ലാസ് ഉള്ള ഫാൻസിന് ഈസിലി അഫോർഡ് ചെയ്യാൻ പറ്റും. മേടിച്ച് യൂസ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും അവൈലബിലിറ്റി ഈസിയാണ്. സിമിലർലി ഈ ക്രിക്കറ്റ് ഗ്രൗണ്ട് മാറ്റി വെച്ച് നമുക്ക് ടെന്നീസ് ഗ്രൗണ്ടിലേക്ക് പോകാൻ പറ്റും. ടെന്നീസ് ഗ്രൗണ്ടിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ റോജറിൻ്റെ ഓഡിയൻസ് എന്ന് പറയുന്നത് ഏകദേശം അൾട്രാ അല്ലെങ്കിൽ ഏകദേശം റിച്ച് ടീമായിട്ടുള്ള ആൾക്കാരായിരിക്കും. അപ്പം അവരുടെ അടുത്ത് നോക്കുമ്പോൾ ഈ റോജറിനെ പിടിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ മീനുകളെല്ലാം പെടുമെന്ന് ഈ പറഞ്ഞ റോളക്സ് ടീമിന് അറിയാം. അതുകൊണ്ട് തന്നെ റോളക്സ് ഈ കാര്യങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്ത് ഈ പറഞ്ഞ റോജറിൻ്റെ ഫാൻസിനെല്ലാം റോളക്സ് മേടിക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ റോളക്സിന് റോജറിനെ ഫിക്സ് ആക്കാൻ പറ്റി. അദ്ദേഹത്തിൻ്റെ ഫാൻസിന് എല്ലാവർക്കും ആ ഒരു പ്രോഡക്റ്റ് വിൽക്കാനും പറ്റി. ഈ ഒരു ഫുൾ കണ്ടന്റിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? നമ്മളൊരു പ്രോഡക്റ്റ് സെല്ല് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ഒരു പെർട്ടിക്കുലർ ഓഡിയൻസിനെ കണ്ടുപിടിച്ചതിന് ശേഷം അവർക്ക് വേണ്ട പ്രോഡക്റ്റ് മാത്രം സെല്ല് ചെയ്യുക. ചെറുതായിട്ട് കൺക്ലൂഷൻ എടുത്തു കഴിഞ്ഞാൽ പറയാൻ പറ്റുന്ന ഈസി ആയിട്ട് പറഞ്ഞാൽ ഓൾട്ടോ വേണ്ടവർക്ക് ഓൾട്ടോയും മെർസിഡീസ് വേണ്ടവർക്ക് മെർസിഡീസും. അതല്ല മെർസിഡീസ് വേണ്ടവർക്ക് ഓൾട്ടോയുടെ കാര്യം പറഞ്ഞാൽ അത് മൈലേജ് ഉണ്ട്, അഫോർഡബിൾ ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. മെർസിഡീസ് ഉള്ള മെർസിഡീസേ മേടിക്കത്തുള്ളൂ, ഓൾട്ടോ വേണ്ട ഓൾട്ടോയെ മേടിക്കും. അപ്പോൾ നമ്മൾ മെയിൻലി ബ്രാൻഡ് നോക്കി കസ്റ്റമർക്ക് എന്താണ് വേണ്ടതെന്ന് നോക്കി ആ പ്രോഡക്റ്റ് സെല്ല് ചെയ്യാൻ ശ്രമിക്കും.